ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് വേണേലും ചെയ്യാം, ശല്യങ്ങളൊന്ന് ഒഴിഞ്ഞു കിട്ടിയാ മതി. അതായത് പ്രധാനമായിട്ടും 3 ശല്യങ്ങളാ ഉള്ളത്. അത്രയ്ക്ക് ശല്യായോണ്ടാട്ടോ പറയുന്നത്. എനിക്ക് മാത്രല്ല, എല്ലാവർക്കും. എങ്കിലേ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. നിനക്ക് ഫോൺ വിളിക്കാൻ ഇവിടെ കണ്ടുള്ളോ? പിന്നെ ഈ വീട്ടില് ഫോൺ വിളിക്കാനായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന നീ കണ്ടില്ലേ? അതിന് ഇതെന്താ ഫിലിം സിറ്റിയാ? നിനക്ക് വേണമെങ്കിൽ പുറത്തെങ്ങോട്ടേലും പോണം. പിന്നെ ലക്ഷോപലക്ഷം ആരാധകരല്ലേ. നിന്റെ ഏതോ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ ഇപ്പൊ ലാസ്റ്റ് ചെയ്തത്. ഹലോ ഗായ്സ്, സത്യം പറയാലോ ഒട്ടും കൊള്ളൂല. ഈ വീട്ടിലുള്ളവരെ വെറുപ്പിച്ചാ പോരെ, നാട്ടുകാരെ മൊത്തം വെറുതെ വെറുപ്പിക്കണോ? ഒരു കഴിവുമില്ലാത്ത ഇങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണാം. മതിയടി, നീ നിർത്ത. അവൾക്ക് കഴിവില്ലാത്തതേ ഞങ്ങൾ അങ്ങ് സഹിച്ചു. നിന്റെ കഴിവ് ഞങ്ങളൊക്കെ കാണുവാണല്ലോ. പറഞ്ഞു പറ്റിച്ച് ഇവിടെ കയറി കൂടിയ ആ കഴിവിനെ പറ്റി നീ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. കുറച്ച് കറി വയ്ക്ക്, ബാക്കി വർക്ക്. കുറച്ച് മത്തിയാടി. ഇതാരുടെ കയ്യിന്നാ അച്ഛാ വാങ്ങിയത്? മറ്റേ ഫിഷ് മോളുടെ അടുത്തുനിന്നാണോ അച്ഛാ? അച്ഛൻ കാരണം അന്ന് അത് നടക്കാതെ പോയത്. അതല്ലെങ്കിലേ എന്നും നമുക്ക് മീൻ തിന്നായിരുന്നല്ലോ. എനിക്ക് വിഷയം അതല്ല, ആസ്ട്രേലിയ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ലല്ലോ. എനിക്ക് കാർത്തിക തമ്പുരാട്ടിയുടെ കൊട്ടാരം കാണണമെന്നുണ്ടായിരുന്നു. അതും നടന്നില്ല. ഏതായാലും കുഞ്ഞുമോൾക്ക് പറ്റിയ ബന്ധമായിരുന്നു. മീൻ ചന്തവരെ സ്ത്രീധനമായിട്ട് കിട്ടിയാനെ. മതി അച്ഛാ ശവത്തി കുത്തിയത്. അച്ഛൻ കൊണ്ടുവന്ന ചീഞ്ഞ മീനിനെക്കാളും വേറൊരാളും നല്ലോണം നാറുന്നുണ്ട്. അയ്യോ ഒന്നും പറയല്ലേ, ഭയങ്കര കഴിവുള്ള ആളാ. അതെ, അങ്ങനെ കഴിവുള്ള ആള് തന്നെയാ ഞാൻ. അതല്ലേ അർജുൻ സാർ എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത്. നോക്ക്, കൂർമ്മ ബുദ്ധി പറഞ്ഞു തരാൻ നിന്റെ ഈ അമ്മയും, അമ്മ പറയുന്ന മണ്ടത്തരങ്ങൾ കേൾക്കാൻ വൻ മീൻ തീറ്റക്കാരനായ നിന്റെ ഈ അച്ഛനും, പിന്നെ അർജുൻ സാറിന്റെ മനസ്സിളക്കാൻ നീയും വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് നേടിയെടുത്തില്ലേ. അത് എന്റെ കഴിവ് കൊണ്ട് തന്നെയാ. അർജുൻ സാറിന്റെ മുന്നിൽ നിന്നും നീ ഇത്രയും സർക്കസ് കാണിച്ചിട്ടും നിന്നെ അങ്ങേര് മൈൻഡ് ചെയ്തില്ല എങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിന്റെ നിലവാരം.